അനുകൂലമായി ദ്വാരക്കണം. പ്രതികൂലമായി ദ്വാരന്നാൽ അങ്ങനെ സംഭവിക്കൂലേ? സംഭവിക്കും. പക്ഷെ പിന്നെ ആ സങ്കടം തന്നെ കണ്ട് സഹിക്കേണ്ടി വരൂലേ? ഉമ്മ പ്രതികൂലമായി ദ്വാരന്നിട്ടല്ലേ വലിയ ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു പ്രതികൂലമായ അവസ്ഥ ഉണ്ടായത്. ജുറൈജ് റളിയല്ലാഹു അൻഹു കൂടാരത്തിൽ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുന്ന നേരത്താണ് ഉമ്മ പുറത്തു വന്ന് വിളിച്ചത്, യാ ജുറൈജ്. ബനൂ ഇസ്രായേലിൽ ജീവിച്ചൊരു പണ്ഡിതനാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു. ഒരു കൂടാരം മലക്ക് മുകളിൽ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിസ്കരിക്കുകയാണ്. ഉമ്മ വന്ന് വിളിച്ചു, മോനെ ജുറൈജ്. നിസ്കാരത്തിലാണ്. മഹാനവറുകളുടെ മനസ്സിൽ, പടച്ചോനെ ഉമ്മ വന്ന് വിളിക്കുന്നു, ഞാനാണെങ്കിൽ നിനക്കുള്ള നിസ്കാരത്തിലുമാണ്. ഉത്തരം ചെയ്തില്ല. സുന്നത്ത് നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാൽ കൈയഴിച്ച് ഉത്തരം ചെയ്യണം. ബാപ്പ വിളിച്ചാലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം. വല്ലിപ്പ വിളിച്ചാലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം. വല്യമ്മ വിളിച്ചാലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം. ബാപ്പാന്റെയും ഉമ്മാന്റെയും വല്ലിപ്പാന്റെയും വല്യമ്മാന്റെ ഒക്കെ വിളിക്ക് അത്രയും വലിയ സ്ഥാനമുണ്ടെന്നർത്ഥം. വലിയ പരിഗണിക്കണം. അവരെ വിളി സാധാ വിളിയായി കൂട്ടിക്കൂടാ. അതിനേക്കാളും വലിയ വിളിയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ പോലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ജുറൈജ് റളിയല്ലാഹു അൻഹു വിളിക്കാൻ രണ്ടാമത്തെ ദിവസവും ഉമ്മ വന്നപ്പോൾ മഹാനവറുകൾ നിസ്കാരത്തിലാണ്. അപ്പോഴും പറഞ്ഞു, യാ റബ്ബി ഉമ്മി വ സ്വലാത്തി. പടച്ചോനെ ഉമ്മ വിളിക്കുന്നു, നിസ്കാരാണല്ലോ, എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ ദിവസവും വന്നപ്പോഴും അങ്ങനെ തന്നെ. 3 ദിവസം വന്നിട്ടും മകൻ വിളിച്ചിട്ട് ഉത്തരം ചെയ്യാതിരുന്നപ്പോ സങ്കടം കൊണ്ട് ആ ഉമ്മ ഒറ്റ വാക്ക് പറഞ്ഞു പോയി, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്. അല്ലാഹുവേ, എൻ്റെ മോന് വലിയ ആലിമാണ്, വലിയ ആബിദാണ്. 3 ദിവസം ഞാൻ വന്നവന്റെ കൂടാരത്തിന്റെ പിറകിൽ നിന്ന് വിളിച്ചിട്ട് ഉത്തരം ചെയ്തിട്ടില്ല. വേശ്യ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നത് വരെ എൻ്റെ മോനെ നീ മരിപ്പിക്കല്ല അല്ലാ. എൻ്റെ മോന് മരിക്കുന്നതിൻ്റെ മുമ്പ് വേശ്യപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കേണ്ട ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ എൻ്റെ മോനുണ്ടാകണം. ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ നോക്കാത്ത മോനാണ്. ജീവിതത്തിൽ ഒരു വേശ്യപ്പെണ്ണിനെയും കാണാത്ത മോനാണ്. ആബിദാണ്, ആലിമാണ്. പക്ഷേ പ്രതികൂലമായി ദ്വാരന്നാൽ ആ ദുആ പറ്റിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ ദ്വാരക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അനുകൂലമായിട്ട് മാത്രം ദുആ ചെയ്യണം. സഹോദരന്മാരെ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ ഫിത്നയുണ്ടാക്കാൻ ഒരുങ്ങിയപ്പോ ഒരു പെണ്ണതാ അതിന് അനുകൂലമായി വന്നു. ഒരു വേശ്യപ്പെണ്ണ് വന്നിട്ട് പ്രസവിച്ചിട്ട് കുട്ടിയുമായിട്ട് അങ്ങാടിയിൽ വന്നു. ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള കുട്ടി ആരുടേതാണെന്നറിയുമോ? മലക്ക് മുകളിൽ നിങ്ങളൊക്കെ വല്ലാത്ത ബഹുമാനത്തോടെ കാണുന്ന ജുറൈജില്ലേ, എപ്പോഴും കൂടാരത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ ഇബാദത്തിലായി കഴിയുന്ന ജുറൈജ്, ആ ജുറൈജിന്റെ കുട്ടിയാണിത് എന്ന് അങ്ങാടിയിൽ വന്ന് പരത്തിയപ്പോ ജനങ്ങളെല്ലാവരും കൂടിയതാ ആ കൂടാരം പൊളിച്ചു കളയുന്ന രൂപത്തിൽ മലക്ക് മുകളിൽ കയറിയിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി. പലരും കൂടാരം പെട്ടെന്ന് തന്നെ അടിച്ച് തല്ലി തകർത്തു. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ വല്ല അക്രമവും ചെയ്തോ? ഞങ്ങളെ മുന്നിലൊക്കെ നല്ല പിള്ള ചമഞ്ഞിട്ട് നീ ഇവിടെ ഇബാദത്തിലായി ഇങ്ങനെ ഒളിച്ചു കഴിയുകയാണോ? നീയല്ലേ ഈ കുട്ടിക്ക് ജന്മം നൽകിയത്? ഏത് കുട്ടിക്ക് എന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അതാ നിന്റെ ഷെഡിന്റെ അപ്പുറത്തൊരു പെണ്ണ് കുട്ടിയുമായി വന്നു നിൽക്കുന്നു. ആ പെണ്ണ് ഒന്നല്ല, പെണ്ണിന്റെ കൂടെ കുറെ പെണ്ണുങ്ങളുണ്ട്. കൂടാരത്തിന്റെ പുറത്തേക്ക് ജുറൈജ് റളിയല്ലാഹു അൻഹു വന്ന്, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. കുട്ടിയെ കാണുമ്പോ കുട്ടിയെടുത്തിരിക്കുന്നത് ആരാണ്? സഹോദരന്മാരെ, കുട്ടിയെടുത്തിരിക്കുന്നത് വേശ്യപ്പെണ്ണല്ലേ? ആ പെണ്ണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് വേശ്യകളല്ലേ? വേശ്യകളെ മുഖത്തേക്കൊരു നോട്ടം ജുറൈജ് റളിയല്ലാഹു അൻഹു നോക്കേണ്ടി വന്നു. ഉമ്മാന്റെ ദുആ ഫലിച്ചു. എത്ര വലിയ ബഹുമാനമാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയത്.
ആ കുട്ടിയുടെ വയറ്റിനൊന്ന് മുട്ടിയിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, മൻ അബൂക്ക്, മോനെ നിന്റെ വാപ്പ ആരാണ്? നിന്റെ വാപ്പ ആരാണ്? പ്രസവിച്ച് 1-ാമത്തെ ദിവസമായ കുട്ടി, അതും വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിക്ക് ബഹുമാനമോ? അല്ലേ അല്ല. ജുറൈജ് റളിയല്ലാഹു നിന്റെ ബഹുമാനം കുട്ടിയിലൂടെ അള്ളാഹു വെളിവാക്കിയതാണ്. സംസാരപ്രായമെത്താത്ത കുട്ടി പറഞ്ഞു, ലസ്ത അബീ, നിങ്ങൾ എൻ്റെ ബാപ്പയല്ല. ഇന്ന അബീ, എൻ്റെ ബാപ്പ അതേ റാഇൽ ഇബിലി ഫീ ഹാദിഹിൽ ജിബാൽ, ഈ കാണുന്ന പർവ്വത നിരകളിലൊക്കെ ആടിനെ മേയ്ക്കുന്ന, ഒട്ടകത്തെ മേയ്ക്കുന്നൊരു മേയ്ക്കാരനാണ്. ആടിനെയും ഒട്ടകത്തെയും മേയ്ച്ച് നടക്കുന്ന ഒരാളാണ് എൻ്റെ വാപ്പ. ബാപ്പയെ കാണാത്ത കുട്ടി എന്തൊരു സംസാരമാ സംസാരിക്കുന്നത്. സഹോദരന്മാരെ, കൂടാരം പൊളിച്ച് കളഞ്ഞ ആളുകളൊക്കെ വിഷമിച്ചു. അവരൊക്കെ മഹാനവറുകളോട് മാപ്പ് പറഞ്ഞു, ഷെഡ് കെട്ടിക്കൊടുത്തു. നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് മഹാനവറുകൾ പറഞ്ഞു. ബഹുമാനമൊക്കെ തിരിച്ചു കിട്ടിയ സംഗതിയൊക്കെ റെഡിയായി ലെവലായെങ്കിലും എൻ്റെ വിഷയം അവിടെയല്ല. ഉമ്മാന്റെ ദുആ ഫലിച്ചോ? അത് ഫലിച്ചു. അത് കണ്ടു, അനുഭവിച്ചു പോയി. ബാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾ കുസൃതി കാണിച്ച് എന്തെങ്കിലും ഷർറിലോ മറ്റോ പെട്ടുപോയിട്ട് ഏതെങ്കിലും തരത്തിൽ സഹിക്കാൻ കഴിയാത്ത വാക്ക് പറയുമ്പോ, പ്രവൃത്തി പറയുമ്പോ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എങ്ങനെയാണെന്നറിയോ? സങ്കടം പെടുത്തുന്ന കാര്യങ്ങളുമായി ഒരു ബാപ്പാന്റെ കൂടെ 10-70 കൊല്ലം ജീവിച്ച മക്കളുണ്ട്. ബാപ്പാക്ക് സങ്കടപ്പാടേ ആ മക്കളുണ്ടാക്കിയിട്ടുള്ളൂ. അതാരാന്നറിയുമോ? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നബിയുല്ലാഹി യഖൂബ് അലൈഹിസ്സലാം 10 മക്കള്, ഒരു ഭാര്യയിൽ ജനിച്ച 10 മക്കളും ബാപ്പക്ക് സങ്കടപ്പാടല്ലേ വരുത്തിയത്? ഒരു കൊല്ലമാണോ? അല്ല, 70 കൊല്ലമാണ് ബഹുമാനപ്പെട്ടവർ സഹിച്ചത്, ക്ഷമിച്ചത്. അത്രയും കൊല്ലം ആ മക്കൾക്കെതിരെ ഒരു വാക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തോ? ഇല്ല. തെറ്റുകുറ്റങ്ങൾ ബോധ്യപ്പെട്ട മക്കള് ഞങ്ങൾക്ക് മാപ്പ് തരണം ബാപ്പാ എന്ന് പറഞ്ഞപ്പോ ശാഠ്യം പിടിച്ചോ? ഇല്ല. നിങ്ങൾക്ക് മാപ്പ് തരൂലെന്ന് പറഞ്ഞോ? ഇല്ല. ഒരുപാട് നഷ്ടം നിങ്ങൾ എനിക്ക് വരുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞോ? ഇല്ലേ, ഇല്ല. കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് ഒറ്റക്കിരുന്നും മറ്റുമൊക്കെ ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ 70 കൊല്ലം സഹിച്ച ഉമ്മമാര് നമ്മളെ നാട്ടിലുണ്ടോ? ഇല്ലല്ലോ. 70 കൊല്ലം മക്കളെ കാര്യം കൊണ്ട് സഹിച്ച ബാപ്പമാരുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും കൊല്ലം സഹിച്ച് നടന്നിട്ടും വെള്ളിയാഴ്ച രാത്രി എഴുന്നേറ്റ് പാതിരാ സമയത്ത് അള്ളാഹുവിലേക്ക് കയ്യുയർത്തിയിട്ട് മഹാനവറുകൾ ദ്വാർക്കുന്നത്, എൻ്റെ 10 മക്കളും എന്നോട് അന്യായം ചെയ്തവരായി അല്ലാ, മാപ്പ് കൊടുക്കണേ അല്ലാ, നന്നാക്കി കൊടുക്കണേ അല്ലാ. എൻ്റെ മക്കളെ അവര് ചെയ്ത വിഷയത്തിന്റെ പേരിൽ ദുനിയാവിലോ ആഖിറത്തിലോ ശിക്ഷിക്കരുതേ അല്ലാ. എൻ്റെ മക്കള് നല്ലവരായി, ഉത്കൃഷ്ടരായി, സ്വാലിഹീങ്ങളായി, ആലിമീങ്ങളായി, നല്ല ആളുകളായി ജീവിക്കുന്ന രൂപഭാവം എനിക്ക് കാണിക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവ് ദുആഇനും ദിക്റിനും വലിയ പോരിശയാക്കപ്പെട്ട രാത്രിയാണ്. അത്തായ നേരത്തെ എഴുന്നേറ്റ് ഉമ്മമാരെ നല്ലോണം ദ്വാർക്കണം. മക്കളെ നല്ല ഭാവിക്ക് വേണ്ടി ഉപ്പമാര് നല്ലോണം ദ്വാർക്കണം.